ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഒരു സന്തോഷ വാർത്ത അറിയിക്കുവാനാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇതുവരെ പ്രായമായ ആൾക്കാർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുവാൻ സാധിക്കുകയില്ലായിരുന്നു. ഈ ഏപ്രിൽ 1 മുതൽ ഇൻഷുറൻസ് റെഗുലേഷൻ അതോറിറ്റി ആ നിയമം മാറ്റിയിരിക്കുകയാണ്. ഇനി 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാമെന്ന് മാത്രമല്ല, നിലവിലുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് പോലും ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് പോളിസി നിഷേധിക്കാൻ പാടില്ല എന്നാണ് പുതിയ നിയമം. ഹൃദ്രോഗം, എയ്ഡ്സ്, വൃക്കരോഗം, അങ്ങനെ ഏതുതരം അസുഖങ്ങളുള്ള ആൾക്കാർക്കും അവരുടെ ആ അസുഖത്തിൻ്റെ പേരിൽ ഇനി ഇൻഷുറൻസ് പോളിസി നിഷേധിക്കാൻ കഴിയില്ല. നിലവിൽ 48 മാസമായിരുന്നെങ്കിൽ ഇനി 36 മാസം കഴിഞ്ഞിട്ട് നിലവിലുള്ള രോഗത്തിന് ഇൻഷുറൻസ് പോളിസിക്കായിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഹൃദ്രോഗമുള്ള ഒരാളാണെങ്കിൽ നിലവിൽ 48 മാസം കഴിയണമായിരുന്നു. ഇപ്പോൾ 3 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലവിലുള്ള രോഗത്തിന് ഇൻഷുറൻസ് പോളിസിക്ക് ക്ലെയിം ചെയ്യാം, നിഷേധിക്കാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. ഒരു വലിയ ഉപകാരമാണ്. കാരണം ഒരുപാട് സീനിയർ സിറ്റിസൺസ് ഇതിൻ്റെ പേരിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി സീനിയർ സിറ്റിസൺസിനൊക്കെ നമുക്ക് പോളിസി എടുക്കാം. വീട്ടുകാർക്കൊക്കെ വേണ്ടി എത്രയും പെട്ടെന്ന് അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഒരു പോളിസി എടുത്ത് വെച്ചേക്കുക. 3 വർഷത്തെ കാലാവധി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇൻഷുറൻസ് പോളിസിയിൽ ഈ ഒരു രോഗത്തിനെക്കുറിച്ച് പറഞ്ഞാലും ഇല്ലെങ്കിലും അതിൻ്റെ പേരിൽ ഒരിക്കലും ഇൻഷുറൻസ് കമ്പനികൾക്ക് ഈ പോളിസി നിഷേധിക്കാൻ കഴിയുകയില്ല. ഇതുവരെ ഹോസ്പിറ്റൽ ചെലവുകളായിരുന്നു ഇൻഷുറൻസ് കമ്പനികൾ വഹിച്ചിരുന്നെങ്കിൽ അത് മാറിക്കൊണ്ട് ഇനി ഓരോ രോഗത്തിനും നിശ്ചിത തുക എന്നതിലേക്ക് മാറുവാൻ കൂടി പോവുകയാണ് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കിയിരിക്കുക. എന്തായാലും ഇൻഷുറൻസ് രംഗത്തൊരു പുതിയ കാൽവയ്പ്പാണ്, ഒരു പുതിയ ചരിത്രം കൂടിയാവുകയാണ്. ഇതുവരെ പ്രായമായ വ്യക്തികൾക്ക് ഇൻഷുറൻസ് പോളിസി നിശ്ചിതമായിരുന്നു എങ്കിൽ ഇനി പുതിയ ഈ ഒരു തീരുമാനം കൊണ്ട് പ്രായമായ വ്യക്തികൾക്കും ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കവറേജിലേക്ക് വരികയാണ്. പോളിസിയുടെ കവറേജിനെ കുറിച്ചിട്ടും മറ്റു വിവരങ്ങളെ കുറിച്ചിട്ടും അതിൻ്റെ പോളിസിയുടെ പേയ്മെൻറ്റിനെ കുറിച്ചും ഒന്നും കൃത്യമായ ധാരണയായിട്ടില്ല. അതാത് ഇൻഷുറൻസ് കമ്പനികളോട് അന്വേഷിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. ഈ ഏപ്രിൽ 1 മുതൽ തന്നെ ഓൾറെഡി ഈ നിയമം വന്നു കഴിഞ്ഞു എന്ന് അറിഞ്ഞിരിക്കുക.